നമ്മൾ ഇന്നത് എങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ? നമ്മളൊരു ഹൗസ് വാമിങ്ങിന് പോവുകയാണ്. ഏട്ടൻ്റെ ഒരു സുഹൃത്തുണ്ട്, ആര്യമ്പാവുള്ള സാഗ സ്റ്റുഡിയോയുടെ ഓണറായ മുരളിയേട്ടനുമായിട്ടുള്ള ഏട്ടൻ്റെ ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറഞ്ഞാൽ പണ്ട് ഒരുമിച്ച് വർക്കിന് പോവുകയും അതുപോലെ പുള്ളിയുടെ ഇപ്പോഴത്തെ വർക്കുകളൊക്കെ ഡിസൈൻ ചെയ്ത് കൊടുക്കുന്ന ഏട്ടനാണ്. ഹസ്ബൻഡ് വെഡ്ഡിങ് വീഡിയോഗ്രാഫറുമാണ്. ഈ വെഡ്ഡിങ്ങിൻ്റെയൊക്കെ ആൽബം മാഗസിൻസ് ഡിസൈൻ ചെയ്ത് കൊടുക്കുകയാണ്, ഡിസൈനറാണ്. അങ്ങനെ നമ്മളവിടെ വീട്ടിലെത്തി. അത്യാവശ്യം നല്ല ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ചൂടല്ലേ. ഇതാണ് ആ വീടിൻ്റെ 3D ഡിസൈൻ കേട്ടോ. ഈ ഗ്രീൻ കളർ ഷർട്ട് ഇട്ടതാണ് മുരളിയേട്ടൻ. ഭയങ്കര സ്നേഹമുള്ള നല്ലൊരു ക്യാരക്ടറാണ് കേട്ടോ. ഇടയ്ക്ക് നമ്മുടെ വീട്ടിലൊക്കെ വരാറുണ്ട്. കിച്ചുവിന് ഭയങ്കര കാര്യമാണ്. പിന്നെ നമ്മൾ വീടിൻ്റെ ഉൾഭാഗമൊക്കെ കയറി കണ്ടു. 2 നിലയായിരുന്നു വീട്. ഉള്ളത്തെ ഇൻറ്റീരിയർ വർക്കൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ 2-3 ഫ്രണ്ട്സിനെ അവിടെ വെച്ച് കണ്ടു, വർത്താനമൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ പ്രസൻറ്റേഷനൊക്കെ കൊടുത്തു. നമ്മളെ മുരളിയേട്ടൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വിളിക്കുകയാണ് കേട്ടോ. നമ്മൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു, ഫോട്ടോയൊക്കെ എടുത്തു. പിന്നെ കുറച്ച് നേരം നമ്മൾ അവിടെ ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ്, പിന്നെ പുറത്ത് 2 വലിയ കൂളർ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഭയങ്കര സമാധാനമായിരുന്നു കേട്ടോ. നമ്മൾ കുറേ നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു, ബോഡിയൊക്കെ ഒന്ന് തണുപ്പിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സദ്യ കഴിക്കാൻ പോയി. പ്യുവർ വെജിറ്റേറിയൻ സദ്യയായിരുന്നു. നമ്മൾ കുറേ നാളായി സദ്യ കഴിച്ചിട്ട്. നല്ല മാമ്പഴ പുളിശ്ശേരിയൊക്കെ കൂട്ടി അടിപൊളി സദ്യ നന്നായിട്ട് കഴിച്ചു. പക്ഷെ ചൂടായിരുന്നുകൊണ്ടുള്ളൊരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോഴത്തേക്കും കിച്ചു പാവം ഉറങ്ങിപ്പോയി. നമ്മൾ വീട്ടിൽ വന്ന് നല്ലപോലെ റെസ്റ്റൊക്കെ എടുത്തു കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരമായി തിരിച്ചെത്തിയപ്പോൾ പിന്നെ രാത്രി ഒരു 8 മണിക്ക് നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി ഉണ്ടായിരുന്നു. അത് നമ്മുടെ ഏട്ടൻ്റെ ഒരു സുഹൃത്തിൻ്റെ മകളുടെ ബർത്ത്ഡേ പാർട്ടി ആയിരുന്നു. അത് പിന്നെ വീട്ടിൽ നിന്ന് കുറച്ച് അടുത്താണ്. നമ്മൾ അതിന് പോകാൻ വേണ്ടി കുറച്ച് സ്വീറ്റ്സും, പിന്നെ മോളൂസിന് 10ാമത്തെ ബർത്ത്ഡേ ആണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് ഒരു ചെറിയൊരു ടോയ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്ന് നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത്, നമുക്ക് രാത്രി അവിടെ നിന്നായിരുന്നു ഫുഡ്. ചിക്കൻ ബിരിയാണി, മന്തിയും ഫ്രൈഡ് ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. ഫുഡ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കുന്ന കാര്യം മറന്നേ പോയി. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴാണ് അയ്യോ വീഡിയോ എടുത്തില്ലല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ നമ്മൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് താത്താനോടൊക്കെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് 10-11 മണിയൊക്കെ ആയി കേട്ടോ നമ്മൾ തിരിച്ച് വീട്ടിൽ വരുമ്പം. ഇതാണ് നമ്മൾ മോളൂസിന് കൊടുത്ത ടോയ്. അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ.